നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് വലിയ വാക്കുകളാണ് പറയാൻ പോകുന്നത്. അതായത് മർഡർ, അല്ലെങ്കിൽ സെഗർ, അതും അല്ലെങ്കിൽ ഗാങ്സ്റ്റർ, മറ്റൊന്ന് ബാഡ് ബോയ്. അപ്പോൾ നിങ്ങൾ അതിന് പകരമായി സീരിയൽ കിസർ എന്ന് പറയും. ഞാൻ സീരിയൽ കിസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഇമ്രാൻ ഹാസ്മി. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഇമ്രാൻ ഹാസ്മി. ഫിലിം സ്റ്റാർ ഇമ്രാൻ ഹാഷ്മി ആപ്കി അദാലത്തിൽ ഹാജരാകാനായി അഭ്യർത്ഥിക്കുന്നു. ഇമ്രാൻ, താങ്കൾ വന്നതിന് ശേഷം എന്താണ് ഇത്രയും ചൂളോടി? ഞാൻ വരുമ്പോൾ ഫ്ലൈയിങ് കിസ് കൊടുത്തില്ലേ, അതുകൊണ്ടായിരിക്കും ഇവർ ഇത്രയും ചൂള ഓടിക്കുന്നത്. പിന്നെ ഞാൻ എന്താ കാണുന്നതെന്ന് വെച്ചാ, ചൂള ഓടിക്കുന്നത് കൂടുതലും സ്ത്രീകളാണെന്ന് തോന്നുന്നു. സ്ത്രീകൾ ചൂള ഓടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? എനിക്കത് വലിയ ഇഷ്ടമാണ്. ആൺപിള്ളേർ അധികം ചൂള ഓടിച്ചാലാണ് പ്രശ്നം. ഇന്ന് നമ്മൾ ഈ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ഡോക്ടർ വിനോദ് കുമാർ അതിന് അനുവാദം തന്നാൽ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വിചാരണ തുടങ്ങാൻ അനുവാദം നൽകുന്നു. ഇപ്പോൾ വിചാരണ തുടങ്ങിയാണ്. ആപ്കി അദാലത്തിൽ ഇമ്രാൻ ഹാസ്മിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇമ്രാൻ ഹാസ്മിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു ഗുഡ് ബോയ് ആണ്, പക്ഷേ ഓരോ സിനിമയിലും ബാഡ് ബോയ് ആയി അഭിനയിക്കുന്നു എന്നുള്ളതാണ്. ഇമ്രാൻ, താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കി. താങ്കൾ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, നല്ല കുടുംബത്തിൽ ജനിച്ചതാണ്. പക്ഷെ താങ്കൾ അഭിനയിച്ച സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ मर्डर, जहर, गैंगस्टर, किलर, आवारापन. താങ്കളുടെ സിനിമകളുടെ ടൈറ്റിൽ നല്ലതൊന്നും കിട്ടിയില്ല. ഇത് നിങ്ങൾ പ്രൊഡ്യൂസറിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്, അതായത് ബഡ് സാറിനോട് ചോദിക്കണം. നിങ്ങളിപ്പോൾ പറഞ്ഞ പേരുകളുടെ കാര്യം എടുത്താൽ അതിൽ പകുതി പേരുകളും ബഡ് സാർ തന്നെയാണ് തീരുമാനിച്ചിട്ടത്. സോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഐഡിയ ആണ്. താങ്കളുടെ പടങ്ങളുടെ മറ്റൊരു കാറ്റഗറി ഓഫ് ലിസ്റ്റ് ഞാൻ പറയാം. ആഷിഖ് ബനായ ആപ്പിനെ, അക്സർ അക്സർ എന്നുള്ള പേരല്ലേ? അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള പേരല്ലേ? താങ്കൾ അഭിനയിച്ച 16 സിനിമകളിൽ ഒരു സിനിമയുടെ പേര് മാത്രം നന്നായിട്ടുണ്ട്. അതെ, ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുന്നേ പറഞ്ഞ പോലെ ഞാനൊരു ഗുഡ് ബോയ് ആണ്. പിന്നെ കുട്ടിക്കാലം മുതലേ കുറച്ച് വികൃതിയൊക്കെ കാണിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ് ഞാൻ. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഓഫീസിലേക്ക് വന്നപ്പോൾ, അതായത് എൻ്റെ വർക്ക് തുടങ്ങിയ സമയത്ത്, ബഡ് സാറിൻ്റെ കൂടെ വർക്ക് തുടങ്ങിയപ്പോൾ, അന്ന് ഞാൻ വളരെ താല്പര്യത്തോടെ ജോലിയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിരുന്നു. ആ ഒരു ശാന്തതയിൽ ബഡ് സാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവനൊരു വികൃതിക്കാരനാണെങ്കിലും ഉള്ളിൽ എന്തൊക്കെയോ കഴിവുണ്ട് എന്ന്. പിന്നെ അദ്ദേഹം ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റിൽ തന്നെ കണ്ടുപിടിച്ചു എൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്താണ് എന്ന്. അത് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കി. ആദ്യത്തെ പടം ഫുട്പാത്ത്, അതും നിങ്ങൾ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു പേരുള്ള പടമാണ്. അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ഉള്ളിലൊരു സ്ട്രീക്ക് ഉണ്ട് എന്ന്, ഒരു നോട്ടി സ്ട്രീക്ക് ഉണ്ട് എന്ന്. ആ ഒരു കാര്യത്തെ അന്ന് അദ്ദേഹം ക്യാപ്ചർ ചെയ്ത് അതിനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് അദ്ദേഹം വിചാരിച്ചു. താങ്കൾ നോട്ടി സ്ട്രീക്ക് എന്ന് പറയുന്നു, പക്ഷേ എല്ലാ സിനിമകളിലും താങ്കൾ മറ്റൊരാളുടെ ഭാര്യയോടൊപ്പമാണ് കറങ്ങുന്നത്. അല്ലെങ്കിൽ താങ്കൾ മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാര്യമാരുടെ കുടുംബത്തിലേക്ക് കടക്കുന്നു. അല്ല, ഇത് ശരിക്കും എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യമല്ലേ? ഐ തിങ്ക് ആദ്യമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ അഭിനയിച്ചിരുന്നപ്പോൾ, അതായത് മർഡർ ഫിലിം എടുത്തോണ്ടിരുന്നപ്പോൾ, അതിൽ ഇത്തരത്തിലുള്ള ഒരു സീന് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. ഞാനന്ന് വല്ലാതെ പേടിച്ചിരുന്നു. അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അനുരാഗ് ബാസു, മല്ലിക ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മല്ലിക അതിനു മുന്നേ തന്നെ ഒരു പ്രോ ആയിരുന്നു. അവർ അതിനു മുന്നേയും അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്നെ സംബന്ധിച്ച് ചെറിയ മടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇതൊരു വ്യത്യസ്തമായ പടമാണ് എന്ന്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല അത് കാണിച്ചത് എന്നും ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഈ ബാഡ് ബോയ് സ്ട്രീക്ക് കുറച്ചധികം ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്തേക്കാമെന്ന്. മർഡറിന് ശേഷം സെഹർ വന്നു, ആ പടവും അന്ന് സക്സസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഷിഖ് ബനായ വന്നു. ഐ തിങ്ക് ഇതൊക്കെ നല്ല ഹിറ്റ് പടങ്ങളായിരുന്നു. ബോക്സ് ഓഫീസിൽ ഒരു മൂവി നന്നായിട്ട് ഓടുകയാണെങ്കിൽ പിന്നെ ആർക്കും അതിനോട് എതിർപ്പുണ്ടാവില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയായിരുന്നു. ഐ എം ഷുവർ ഇവിടെയുള്ള എല്ലാവർക്കും ആ റോൾസും അത്തരത്തിലുള്ള സിനിമകളും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞിരുന്നു അതുപോലത്തെ റോളൊക്കെ അഭിനയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായും. ഐ തിങ്ക് അതിന്റെ സെക്കൻഡ് പടമായിരുന്നു മർഡർ. അതുവരെ ഞാൻ അത്ര എക്സ്പോസ്ഡ് ആയിരുന്നില്ല ആ ഒരു ലൈനിൽ. ഫുട്പാത്ത് ബോക്സ് ഓഫീസിൽ അത്ര നന്നായിട്ട് ഓടിയിരുന്നില്ല. ഐ തിങ്ക് ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ മൂവികളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സീനിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, നമ്മുടെ ഓഡിയൻസ് ഇത്തരം സീനുകൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ഒരു പേടി.
റിലീസ് വരെ മാത്രം. റിലീസിന് ശേഷമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ പടത്തിന്റെ ഓപ്പണിംഗ് ഗംഭീരമായിരുന്നു എന്ന്. സോ ഡെഫിനറ്റ്ലി ഓഡിയൻസിൽ ഒരുപാട് പേര് ഇത്തരം സിനിമകൾ കാണാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് കൊമേഴ്ഷ്യലി ആണ്. പിന്നെ ആ സീനുകൾക്കകത്ത് സീൻസ് എന്ന് പറയുന്നത്, പക്ഷെ ജനങ്ങൾ പറയുന്നത് താങ്കൾക്ക് കിസ്സിംഗ് സീനാണ് വളരെയധികം ഇഷ്ടമെന്ന്. ഇതൊക്കെ സത്യം തന്നെയല്ലേ? അല്ല, ഞാനൊരിക്കലും പടങ്ങളിൽ കിസിംഗ് സീന് മനഃപൂർവ്വം ആഡ് ചെയ്യാറൊന്നുമില്ല. അതൊക്കെ ഡയറക്ടറും അതുപോലെ പ്രൊഡ്യൂസറും ചേർന്ന് തീരുമാനിക്കുന്നതാണ്. ഞങ്ങളൊക്കെ ആക്ടേഴ്സാണ്, ഞങ്ങൾക്ക് അങ്ങനെ തുറന്നു പറയാനൊന്നും പറ്റില്ല. അതായത് കിസിംഗ് സീനുകൾ ഉണ്ടെങ്കിൽ ഇമ്രാൻ ഹാഷ്മി വലിയ എക്സൈറ്റഡ് ആവുമെന്നൊന്നും അങ്ങനൊന്നും താങ്കൾ പറ്റില്ല. അഭിനയിച്ചത് എല്ലാ പടങ്ങളുടെ സബ്ജക്ട് നോക്കിയാ മർഡറിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ സെഹറിലുണ്ട്, അക്സറിലും ഉണ്ട്. കലിയുഗിൽ താങ്കൾ ഒരു ബ്ലൂ ഫിലിം CD വിൽക്കുന്ന ആളായിട്ടാണ് അഭിനയിച്ചത്. വിചിത്രമായ ക്യാരക്ടറുകളാ, വളരെ വിചിത്രം. പക്ഷേ അതിനകത്ത് അല്ല, സത്യസന്ധനാണ്. ഞാൻ ഈ ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഐ തിങ്ക് അതിന് മുന്നേ വരെ ഹീറോകൾക്കൊക്കെ ഒരു ഗുഡ് ബോയ് എന്നൊരു ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ മാത്രമായിരുന്നു എല്ലാവർക്കും താല്പര്യം. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോഴാണ് എൻ്റേതായ ഒരു പ്രത്യേക ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. എൻ്റേതായ ഒരു അടയാളം ഞാൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. താങ്കൾ നോർമലി ഒരു വില്ലൻ ചെയ്യേണ്ട ജോലിയാണ് ചെയ്യുന്നത്. അതെ, ഗുൽഷൻ ഗ്രോവറും കരുതി കാണും എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ അഭിനയിക്കുകയാണെങ്കിൽ താനും ഒരു ഹീറോ ആവുമെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള വില്ലന്മാരും പുറത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹീറോസും അതുപോലെ വില്ലൻ റോളുകൾ ചെയ്യുന്നു, അവരതിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നു. അത് ശരിക്കും നല്ല കാര്യമാണ്. അതായത് വില്ലന്മാരെ നോക്കിയാൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു സാധനമായിരിക്കില്ല. പഴയ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ മുഗാംബോ അല്ലെങ്കിൽ ഗബ്ബർ സിംഗ്, അന്നൊക്കെ അത്തരം വില്ലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ കാര്യങ്ങളൊക്കെ മാറി. നോർമൽ സിമ്പിൾ പീപ്പിൾ. ഞാൻ ഗ്യാങ്സ്റ്ററിൽ അങ്ങനെ ഒരു റോൾ അപ്ലൈ ചെയ്തേ. സഡൻലി ക്ലൈമാക്സിൽ നോക്കിയാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ ക്ലൈമാക്സിൽ. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നി. ഞാൻ ആ സിനിമയിൽ 2 മണിക്കൂർ നേരത്തേക്ക് ഓഡിയൻസിനെ ഫൂൾ ചെയ്യുന്ന പോലെ ഉണ്ടാവും. എൻഡിൽ നോക്കിയാൽ അവൻ വില്ലനായിട്ട് മാറും. സോ അത്തരത്തിലൊരു ചേഞ്ചിങ് ഫേസ് ആണ് വില്ലൻ ഉള്ളത്. എനിക്കത് വളരെ ഇഷ്ടമായി. ഞാൻ അതാണ് ആക്ച്വലി ആദ്യം ആഗ്രഹിച്ചത്. എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. പിന്നീട് അങ്ങോട്ട് ആ ഒരു പ്രവണത വല്ലാതെ കൂടിയെന്നും എനിക്ക് തോന്നി. സോ ഒരു മാറ്റത്തിനായി നേരത്തെ പറഞ്ഞ ആവാരപ്പൻ, ആ പടം വ്യത്യസ്തമായിരുന്നു. സിനിമയെ കുറിച്ച് ഞാൻ പിന്നീട് ചോദിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് അറിയേണ്ടതുണ്ട്. താങ്കൾക്ക് സീരിയൽ കിസർ എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? അതൊരു ലെങ്ത്തുള്ള കഥയാണ്. ആക്ച്വലി അത് ലെങ്ത് ഉള്ള കഥയാണോ അതോ ലെങ്ത് ഉള്ള കിസ്? രണ്ടുമാണ്. അതെ, രണ്ടുമാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഇമേജ് വേണമെന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. മർഡർ നന്നായിട്ട് ഓടി, അത് കഴിഞ്ഞിട്ട് സെഹറും നന്നായിട്ട് തന്നെ ഓടി. അങ്ങനെ എനിക്കൊരു ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ മൗറീഷ്യസിൽ പോയിരുന്നു. അവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒന്നിച്ച് സമയം ചെലവഴിക്കാമെന്ന് കരുതി. അങ്ങനെ ആ കൂട്ടത്തിലൊരു ഫ്രണ്ടിന് അവിടെ വെച്ച് ഒരു ടീഷർട്ട് കിട്ടി. സീരിയൽ കിസർ എന്ന പേരുള്ള ഒരു ഗ്രീൻ ടീഷർട്ടായിരുന്നു. അതിൻ്റെ പുറകിൽ സീരിയൽ കിസർ എന്ന് എഴുതിയിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ആ ടീഷർട്ട് എനിക്ക് തന്നേക്ക്, അത് ഇടാൻ പോകുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കണമെന്ന്. ഈ രാജ്യത്ത് ഇത് വേറെ ആരെ കൊണ്ടും ഇടാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ സുഹൃത്ത് പറഞ്ഞു അവനിത് തരാൻ പോകുന്നില്ല. ഒരുപക്ഷെ സിനിമ റിലീസായി അതിൻ്റെ പ്രോമോ റിലീസാകുന്ന സമയത്ത് ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ പുറത്തുപോയ ഇമ്രാൻ ഹാഷ്മിയെ കോപ്പി ചെയ്യാണെന്ന് എല്ലാവരും പറയും. സോ അവൻ്റെ കയ്യിൽ നിന്ന് ആ ടീഷർട്ട് ഞാൻ തട്ടിപ്പറിച്ച് പിന്നീട് സെറ്റിൽ വെച്ച് അത് ധരിക്കുകയുണ്ടായി. പിന്നെ ബീച്ചിൽ ജവാനി ദിവാനിയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് എനിക്ക് ആ ഒരു ഷോട്ടിന് ശേഷം അവിടെ വെച്ചാണ് സീരിയൽ കിസർ എന്ന ആ ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് ടേൺ ചെയ്തപ്പോൾ സീരിയൽ കിസർ എന്ന ടാഗ് എനിക്ക് വീണത്. അതുമാത്രമല്ല, വേറെ ഒരുപാട് പേരുകൾ, കിങ് ഓഫ് കിസേഴ്സ്, അങ്ങനെ എത്രയോ പേരുകളുണ്ട്. താങ്കൾ പറയുന്നു പക്ഷേ ഇതുപോലത്തെ ടീഷർട്ട് ധരിച്ചതുകൊണ്ടാണ് താങ്കൾക്ക് സീരിയൽ കിസർ എന്നുള്ള പേര് വന്നെന്ന് പറയുന്നു. അതെ. പക്ഷേ മർഡറിൽ താങ്കൾ ചെയ്തത് മല്ലിക ഷെറാവത്തിനോടൊപ്പം ചെയ്തത്, തുംസാൻ നഹി ദേഖാലെ ദിയ മിർസയുടെ കൂടെ ചെയ്തത്, സെഹറിൽ താങ്കൾ ഉദിത ഗോസ്വാമിയുടെ കൂടെ ചെയ്തത്. ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാം ചെയ്തിട്ട് കാരണം ടീഷർട്ട് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല, ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഡയറക്ടറുടെ കയ്യിലാണ്. നിങ്ങളറിയാതെ ഇതിന്റെ എല്ലാ കുറ്റവും എന്റെ തലയിലേക്ക് തന്നെ ഇടാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ഡയറക്ടേഴ്സിനോടാണ് ചോദിക്കേണ്ടത്. അവരെന്നെ കൺവിൻസ് ചെയ്തിട്ടാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കും, ഈ സീന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, ഇത് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ഇത് കുറച്ച് കൂടുതലാണല്ലോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇത് കുറച്ച് കൂടുതലാണെന്ന് ഒരു ഹീറോയിൻസും പറഞ്ഞില്ലേ? ആക്ച്വലി ഹീറോയിൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പേടിക്കും. ഞാൻ ന്യൂ കമേഴ്സിന്റെ കൂടെ ഒരുപാട് തവണ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇമ്രാൻ ഹാഷ്മിയെ പറ്റി ഒരു ഇമേജ് ഉണ്ടല്ലോ. ഐ മീൻ 5ാമത്തെ പടത്തിന് ശേഷം ഞാൻ ഒരുപാട് ന്യൂ കമേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അന്ന് സെറ്റിലേക്ക് വരുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ അയ്യോ ഇമ്രാൻ ഹാഷ്മി എന്ന് പറഞ്ഞ് പേടിക്കുമായിരുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് അവർ വിചാരിച്ചെന്ന് തോന്നുന്നു. സോ ഇത്തരത്തിലൊരു ഇമേജ് അവരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ബട്ട് ഞാൻ വളരെ കംഫർട്ടബിൾ തന്നെയായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞങ്ങള് ധാരാളം പേർ കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മീക്ക രാകേഷ് അവന്റെ കിസ് ചെയ്ത് പ്രശ്നത്തിൽ കുടുങ്ങി.
റിച്ചർഡ് ഗേ ശില്പ ഷെട്ടിയെ കിസ് ചെയ്ത് പ്രശ്നത്തിൽ കുടുങ്ങി. പക്ഷെ താങ്കൾ കിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ സാർ? കിസ് ചെയ്യുമ്പോൾ കാശും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നോക്കാനാ? സോ എന്റെ അറിവിൽ ഇതൊന്നും അങ്ങനെ ആരും ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും ഒരിക്കലും പറയാൻ പോകുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. താങ്കൾ ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം വലുതാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏത് പെൺകുട്ടിയെ, ഏത് ഹീറോയിനെ ഇമ്രാൻ ഹാഷ്മി കിസ് ചെയ്യുന്നോ ആ കുട്ടി വലിയ ലെവലിൽ പോകുന്നു. എന്റെ ഓർമ്മയിൽ ഞാനൊരിക്കലും അങ്ങനെ ഒരു കാര്യം സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ന്യൂസ് പേപ്പറിൽ വന്നൊരു ക്ലിപ്പിംഗ് ആണ്. ജൂൺ 15, 2007. ഇമ്രാന്റെ ചുംബന മഴ. ഇല്ല, ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതല്ല. ഐ തിങ്ക് ഞാൻ വർക്ക് ചെയ്ത പെൺകുട്ടികളുടെ സീൻസ് മാത്രമല്ല, അവർക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട്, നല്ല ടാലന്റും ഉണ്ട്. അത് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് പറയാനും പറ്റില്ല. അതുപോലെ തന്നെ ടാലന്റ് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. ഒരു കിസ്സുകാരനാണ് പടം ഓടുന്നതെന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസോ അതൊന്നും പ്രധാനമല്ല. ഒരു ആക്ട്രസിന്റെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 100% അവർ പിന്നീട് സക്സസ്ഫുൾ ആയിട്ട് മാറാറുണ്ട്. ഐ തിങ്ക് അവരുടെ ഉള്ളിലുള്ള ടാലന്റ് കൊണ്ടാണത്. ജോലിയോട് അവർക്കും താല്പര്യമുണ്ട്, അതുകൊണ്ട് അവർ വിജയിക്കുന്നു. സോ ഒരു സീന് മാത്രം അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് ഓഡിയൻസ് ഐ ഡോണ്ട് തിങ്ക് ആക്ടറിനെയും ആക്ട്രസിനെയും ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടേ ഇല്ല. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശരി, താങ്കളോട് ജനങ്ങൾ ക്ഷമിക്കും. പക്ഷേ ഇപ്പൊ ജനങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. താങ്കളുടെ ഈ കിസ്സിംഗ് ടാലന്റിനെ കുറിച്ച് അവർക്ക് പല ചോദ്യങ്ങളും കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ വളരെ ഹോട്ടാണല്ലോ സാർ. അതിന്റെ രഹസ്യം എന്താ? അതായത് ഈ ഹോട്ട് എന്ന വാക്കിന്റെ ശരിക്കുള്ളൊരു അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും അത്തരത്തിൽ പെർസീവ് ചെയ്തിട്ടുമില്ല. അതായത് ആൺകുട്ടികൾ ഹോട്ടായിരിക്കുമെന്ന്. വിമൺ ആർ ഹോട്ട്. സോ എനിക്കതിനെപ്പറ്റി അറിയില്ല. സിനിമകളിൽ അഭിനയിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷേ ആ ഒരു പേര് വന്നത്. താങ്കൾ താങ്കളുടെ സിനിമകളിൽ മറ്റുള്ളവരുടെ ഭാര്യമാരെ എങ്ങനെ അട്രാക്ട് ചെയ്യുമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ജനങ്ങൾ അത് കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ സത്യം ഉണ്ടാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ജനങ്ങൾക്ക് സിനിമ മുഖേനയല്ലേ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇല്ല, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നൊന്നുമില്ല. എല്ലാ പടത്തിന്റെയും അവസാനം ഒരു മെസ്സേജ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അതുപോലെ എൻഡിൽ വില്ലൻ ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. സിനിമകളിൽ അതായത് ഞാൻ മല്ലികയും കുട്ടിയെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലല്ലോ. ചീറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ 2 മണിക്കൂറിൽ മറ്റുള്ളവരുടെ ഭാര്യമാരെ എങ്ങനെ കവർ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അവസാനം സിനിമയിൽ പോലീസ് വരുന്നത് പോലെ താങ്കൾ നല്ലവനായിട്ട് മാറുകയാണ്. ഐ തിങ്ക് അത് ആ ഒരു ക്യാരക്ടറിന്റെ റിഡംഷൻ ആണെന്ന് പറയേണ്ടി വരും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വില്ലൻസ് ഇപ്പോൾ മൾട്ടി ഡയമെൻഷനലായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ റിയലിസം എല്ലായിടത്തും വന്നു കഴിഞ്ഞു. നമ്മളെല്ലാം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അത് റിയലിസ്റ്റിക് ആയിട്ട് എന്റെ സിനിമകളിൽ കാണിക്കുന്നു. ഒരു കംപ്ലീറ്റ് വില്ലൻ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗ്രേ ക്യാരക്ടർ. അവൻ നല്ലവനുമാണ്, അതേസമയം ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പടത്തിൽ നന്നാവുന്നുണ്ട് ക്ലൈമാക്സിൽ. ഇമ്രാൻ ഇത്രയും നേരം വിമർശനങ്ങളുള്ള സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത്. ആവാരപ്പനിൽ താങ്കൾ ഇമേജ് മാറ്റാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു മുഖമുണ്ട്, ഇമ്രാൻ ഹാഷ്മിയുടെ മുഖം. അദ്ദേഹം കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു, എന്തെല്ലാം കുസൃതികളാണ് ചെയ്തത്, അതിനെക്കുറിച്ച് ചില ലിസ്റ്റും ചോദ്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇമ്രാൻ ഹാഷ്മി കുട്ടിക്കാലത്ത് ചെയ്ത കുസൃതികൾ എന്താണെന്നതിനെക്കുറിച്ചും അദ്ദേഹം എങ്ങനെ നോട്ടിയായി എന്നതിനെക്കുറിച്ചും നമുക്ക് ചോദിക്കാം. ആപ്കി അദാലത്തിൽ ചോദ്യശരങ്ങൾക്ക് നടുവിലുള്ളത് ഫിലിം സ്റ്റാറായ ഇമ്രാൻ ഹാഷ്മിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇമ്രാൻ ഹാഷ്മിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു മടിയനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തിയുമാണ് എന്നുള്ളതാണ്. ഇമ്രാൻ, ഇത് സത്യമാണോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത് കുറവും വെളി ചുറ്റിത്തിരിയുന്നത് കൂടുതലുമാണെന്ന്. ക്ലാസ്സിൽ പോകുന്നത് കുറവാണ്, പക്ഷെ പെൺപിള്ളേരുടെ പറയുന്നത് കൂടുതലും. അതെ, ഇത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ എം ഷുവർ ബട്ട് സാർ ആയിരിക്കും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? ബട്ട് സാർ താങ്കളെ കുറിച്ച് എന്റെ അടുത്തൊരു വലിയ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അല്ല, ഈ കാര്യം സത്യമാണ്. എന്റെ കോളേജ് ലൈഫിനെ പറ്റി നോക്കിയാൽ ഞാൻ 5 വർഷം കോളേജിൽ പഠിച്ച ആളാണ്. പക്ഷേ ആ 5 വർഷം ഞാൻ കോളേജിൽ എന്താ ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ക്ലാസ്സിൽ പോവില്ല, ലെക്ചർ അറ്റൻഡ് ചെയ്യില്ല, എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാനൊരു 3 തവണ മൊത്തം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 2 തവണയും എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. ഒരു തവണ ക്ലാസ്സിൽ വെച്ച് ചൂയിങ്കം ചവച്ചു, പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നു. സോ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ഞാൻ കോളേജിലേക്ക് ഒരു ദിവസം മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഞാനൊരിക്കലും ഫെയിൽ ആയിട്ടില്ല. എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കാശ് ചെലവാക്കിയിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജയിച്ചേ തീരൂ. അവരുടെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കണമല്ലോ. പിന്നെ കോളേജിൽ വെച്ച് ഞാൻ കറങ്ങാൻ പോയതിനെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ യങ്സ്റ്റേഴ്സും ആ ഒരു പ്രായത്തിൽ കോളേജിൽ മര്യാദയ്ക്ക് വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് താങ്കളെ പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം ഷാമക് ദാവറിന്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് താങ്കളെ അയച്ചു. അവിടുന്ന് പറഞ്ഞു വിട്ടുന്നു കേട്ടു. അതെ,
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഡാൻസ് ഒട്ടും തന്നെ അറിയില്ല. പക്ഷെ അക്കാരണം കൊണ്ടല്ല എന്നെ പുറത്താക്കിയത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ക്ലാസ്സിൽ എപ്പോഴും ഒരു സമ്മർ ക്യാമ്പ് നടക്കാറുണ്ടായിരുന്നു. അത് സമ്മർ വെക്കേഷൻ സമയത്താണ് നടക്കുക. അങ്ങോട്ടേക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പോവുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടിയല്ല പോയത്. അവിടെ എല്ലാവരുടെയും പുറകിലായിട്ട് നിന്നുകൊണ്ട് അവിടെയുള്ള പെൺകുട്ടികളെ കാണാമെന്ന് കരുതി പോയതാ. സോ അങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ബിഗിനറിന് ശേഷം ഒരു ഹയർ ലെവലിലേക്ക് പോവാറുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ തന്നെ കുടുങ്ങി. അടുത്ത സമ്മർ വെക്കേഷനിലും എൻ്റെ ലെവലിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാൻ മുകളിലോട്ട് പോയതേയില്ല. ഒരു തവണ ശ്യാമക് സാർ ക്ലാസ്സിൽ വന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, നീ അടുത്ത ക്ലാസ്സിലല്ലേ ഉണ്ടാവേണ്ടത്, എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ അവിടെ വെച്ച് പിടിക്കപ്പെടുകയും പിന്നെ എന്നെ പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. ബട്ട് സാർ താങ്കൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ജോലി തന്നപ്പോ താങ്കൾ അപ്പോഴും പിന്നിൽ കസേര ഇട്ടുകൊണ്ട് ഉറങ്ങുകയാണെന്ന് കേട്ടു. ജോലി അതെ, അതെ, താല്പര്യമില്ലാതെ. സത്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ മോശം അസിസ്റ്റന്റ് ആയിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആവാരപ്പൻ, സഹർ, കലിയുഗ് ഒക്കെ ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാനൊരു നല്ല ഡയറക്ടറായി തീരണമെന്നുള്ളൊരു എയിം അവർക്കുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു എയിമും ഇല്ലാതെ നടക്കുന്ന സമയമായിരുന്നു. ഒരു എയിമും ഇല്ലാതിരുന്ന എനിക്ക് ഇതാണ് നിന്റെ റൂട്ടെന്ന് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. പക്ഷേ സെറ്റിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ബഡ് സാറിൻ്റെ അടുത്ത് കുറേ തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഷോട്ടിൻ്റെ സമയത്ത് ഞാൻ ഫോൺ കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ വെച്ച് എല്ലാം പഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ എന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സോഫയില് ഫോണും തോണ്ടിക്കൊണ്ട് കിടന്ന എങ്ങനെ ജോലി പഠിക്കാനാ? അല്ല, ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ജോലി പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അസിസ്റ്റന്റ് ആയിട്ട്, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ. സത്യം പറഞ്ഞ ബട്ട് സാർ താങ്കളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് താങ്കളെ ഒരു ആർട്ടിസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അദ്ദേഹം താങ്കളെ ഒരു ഹൗസ് അറസ്റ്റ് ചെയ്യിപ്പിച്ച് പല മാസങ്ങൾ താങ്കളെ ടോർച്ചർ ചെയ്തതായിട്ടാണ് ഞാൻ കേട്ടത്. അതെ, സത്യമാണ്. ആക്ച്വലി ബഡ് സാർ ട്രെയിനിങ് കൊടുക്കും. അദ്ദേഹം ധർമ്മശാല പോലൊരു സ്ഥലം തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ന്യൂ കമ്മറിനെ ട്രെയിൻ ചെയ്യാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൺസിഡർഡ് ബോണ്ട് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അദ്ദേഹം എത്രമാത്രം നമ്മളെ കളിയാക്കുമെന്ന് വെച്ചാൽ യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് വരെ പറയും. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയും. അത് നമ്മളെ വല്ലാതെ തകർത്ത് കളയും. സോ അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരണം. ഞാൻ ബഡ് സാറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് ഫുട്പാത്തിന്റെയും മുന്നെയാണ്. ഏകദേശം ഒരു 6 മാസക്കാലം ഞാൻ ബഡ് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്ക്രിപ്റ്റിന്റെ പണി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം കംപ്ലീറ്റ് ആയ ഒരു ചേഞ്ച് എന്റെ ഉള്ളിൽ ഉണ്ടായി. ആ 6 മാസം കൊണ്ട്. താങ്കൾ എങ്ങനെ പക്ഷെ ഇപ്പൊ ഞാൻ ലേസി അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പണ്ട് വളരെ ലേസി ആയിരുന്നു, ഒരു കുഴിമടിയനായിരുന്നു. പക്ഷേ ബഡ് സാറിനെ കണ്ടുമുട്ടിയതിന് ശേഷം എന്റെ ഉള്ളിൽ ഒരു തിങ്കിങ് ഉണ്ടായി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്നുള്ള ചിന്ത വന്നു. എനിക്കന്ന് ബഡ് സാറിനെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. അദ്ദേഹം ഒരിക്കലും ഉറങ്ങില്ല, അതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ ഫോൺ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അദ്ദേഹത്തിൻ്റെതായ ചില ഇൻപുട്സ് ഉണ്ട് കമ്പനിയിൽ. സോ അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഇൻസ്പിറേഷൻ. ബട്ട് സാർ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എഴുന്നേപ്പിച്ചു ഒരു മടിയനെ ആക്റ്റീവ് ആക്കിയെന്ന്. അതെ, സാർ പറഞ്ഞത് ശരിയാണ്. ഒരു തറുതലയെ ഹീറോ. അതെ, ശരിയാണ്. ഇമ്രാൻ, ഇത് സത്യമാണോ? താങ്കളുടെ മടി കാരണം താങ്കൾ ഫിസിക്കൽ ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും ഒന്നും തന്നെ കൃത്യമായി ചെയ്തില്ല. ഇപ്പോഴും താങ്കൾ ജിമ്മിലേക്ക് പോകാൻ പേടിക്കാറുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചില പടങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ആവരപ്പൻ സിനിമയിൽ എനിക്ക് വ്യത്യസ്തമായൊരു റോളായിരുന്നു. സോ വെയിറ്റ് കുറയ്ക്കേണ്ടി വന്നു. അതിനു മുന്നേ ഞാൻ വർക്കൗട്ടിനൊക്കെ പോവാറുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും മടിയനായിട്ട് ഇരുന്നിട്ടില്ല. ഞാൻ ആക്ടിങ് തുടങ്ങിയപ്പോൾ, ഞാൻ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന്. എൻ്റേതായിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. പിന്നെ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരുന്നു. ഇപ്പോഴും ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് തന്നെയുള്ളേ. ഇപ്പോൾ താങ്കളുടെ മടിയും ഈ ചുറ്റിക്കറക്കവും അതൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ അതൊക്കെ നല്ല കുറവുണ്ട്. ഞാൻ എപ്പോഴാണോ, അതായത് ഞാൻ ഹോണസ്റ്റായിട്ട് പറയണമെന്ന് വിചാരിക്കുകയാണ്, ആദ്യത്തെ 2 പടം ചെയ്തപ്പോൾ എനിക്ക് ആക്ടിങ്ങിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് ആക്ടിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എന്നെ പിന്നീട് ആക്ടറാക്കി മാറ്റിയതാണ്. അത് കമ്പനിയിലുള്ളവർക്കേ അതിനെപ്പറ്റി അറിയൂ, ഇവനെ കൊണ്ട് എന്തെങ്കിലും ഇൻപുട്ട് തരാൻ പറ്റുമെന്ന്. എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരു ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ആക്ടറായി തീരുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതുമല്ല. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു സിനിമ പുറത്തിറങ്ങി. പിന്നീട് മർഡറും ഒരു ഹിറ്റായി മാറി. പിന്നീട് എന്തുകൊണ്ട് ഇതൊരു കരിയർ ആക്കിക്കൂടാ എന്നൊരു ചിന്ത എന്നിലുണ്ടായി. ഇങ്ങനെയാണ് ഞാൻ ആക്ടറായത്. പക്ഷേ താങ്കളോടൊപ്പം താങ്കളുടെ അമ്മാവനുണ്ടായിരുന്നു. അതെ, മഹേഷ് ഭട്ട് സാർ. അതെ. താങ്കൾ ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടന്നത്. ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷവും നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 പടത്തിന് ശേഷം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കമ്പനിയിൽ കംപ്ലേസ്മെന്റ് ആയതുപോലെ തോന്നി. ഞാൻ ഇവരുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, പുറത്തു പോയിട്ട് മറ്റുള്ളവരുടെ കൂടെയും വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി.
ഇതിനെപ്പറ്റി ഞാൻ ബഡ് സാറിനോടും സംസാരിച്ചു. ചോക്ലേറ്റ് എന്നൊരു പടത്തിലും ഞാൻ വർക്ക് ചെയ്യുകയുണ്ടായി. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നി. അതുവരെ ഞാനൊരു സേഫ് എൻവറോൺമെന്റിലായിരുന്നല്ലോ. എപ്പോഴും അറിയാവുന്നവർ മാത്രമേ എന്റെ ചുറ്റും ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അന്നൊക്കെ സെറ്റിൽ ഉണ്ടാവുമായിരുന്നു. അപ്പോ ബട്ട് സാറിനെ താങ്കൾ ഒരു ഊന്നുവടി പോലെ ഉപയോഗം അല്ലല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അദ്ദേഹം എനിക്ക് ഒരുപാട് ഗൈഡൻസ് തന്നിട്ടുണ്ട് സിനിമയെ ബന്ധപ്പെട്ട്. ഞാൻ പുറത്തു പോയി സിനിമകളിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തോട് ഗൈഡൻസ് ചോദിക്കാറുണ്ട്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുതിയ വഴി കാണിച്ചു തന്നത് അദ്ദേഹമാണ്. ഒരു ഡയറക്ഷൻ എനിക്ക് അദ്ദേഹം തന്നു. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും എനിക്കൊരു ഗോഡ് ഫാദറിനെ പോലെയുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹം സിനിമയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അദ്ദേഹം എന്റെ ഫാമിലി മെമ്പർ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ആക്ടറായി മാറുമായിരുന്നില്ല. അതായത് അദ്ദേഹമാണ് ഈ ഒരു താല്പര്യം എന്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുത്ത വ്യക്തി. അദ്ദേഹം എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചു. പിന്നീട് എനിക്കും അതിൽ താല്പര്യം കൂടി. അങ്ങനെ ഞാൻ ഇൻവോൾവ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓഡിയൻസ് ബട്ട് സാറിന് വേണ്ടിയെങ്കിലും ഒരു കൈ അടിക്കണം, കാരണം താങ്കൾക്ക് നല്ലൊരു ഫ്യൂച്ചറല്ലേ കൊടുത്തു. തീർച്ചയായും. ഇമ്രാൻ, താങ്കൾ ഒരു മടിയനാണ്, ചുറ്റിക്കറങ്ങുന്ന ആളാണെന്ന് താങ്കൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞു. അതായത് ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ വേണ്ടി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇമ്രാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മളുടെ ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് ആക്ടർ ഇമ്രാൻ ഹാഷ്മിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഇമ്രാൻ ഹാഷ്മിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഹീറോയിന്റെ കൂടെയുള്ള കുറുമ്പ് ചെയ്യുന്ന പ്രവർത്തികൾ നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഇമ്രാൻ, താങ്കളെക്കുറിച്ചുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. അതായത് താങ്കളെപ്പറ്റി കംപ്ലൈന്റ് ചെയ്ത ഹീറോയിൻസ്. നിഷ കോട്ടാരിയുടെ അടുത്ത് താങ്കൾ കില്ലറിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് കിസ് എന്ന് പറഞ്ഞ് കുറുമ്പ് ചെയ്തിരിക്കുകയാണ്. അതെ. അത് ജനങ്ങളോടൊന്ന് പറയൂ. അതായത് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ കുറുമ്പൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാ, ഒരു തരത്തിൽ താങ്കൾ ചെയ്ത കുറുമ്പ് എന്താണെന്ന് പറയൂ. ആക്ച്വലി കില്ലറിന്റെ ഷൂട്ടിങ്ങിന്റെ ആദ്യത്തെ ദിവസം അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഫ്രെയിമിലുള്ള സീനായിരുന്നു. അവര് വല്ലാതെ പേടിച്ചിരുന്നു. ഇമ്രാൻ ഹാഷ്മി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹീറോയിൻസിന്റെ ഇടയ്ക്ക് ഓൾറെഡി ഒരു ഭീകരമായ ഇമേജാണ് ഉള്ളത്. അവരെന്തോ ഭൂതത്തെ പോലെ എന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോയപ്പോൾ ടു ബ്രേക്ക് ദി ഐസ് ഞാൻ ഒരു ഫൈറ്റ് മാസ്റ്ററിനോട് പറഞ്ഞു. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശരിക്കും എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിൽ ഇർഫാൻ ഖാൻ ഷൂട്ട് ചെയ്യും. അവിടെ നിന്ന് ഞാൻ അവരെ തറയിൽ നിന്ന് എടുക്കുന്ന രീതിയിലൊരു ആക്ഷൻ സീൻ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഇമ്രാൻഖാൻ നിങ്ങളെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളെ കിസ് ചെയ്യും എന്ന് ഞാൻ പറയാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ അവരുടെ മുഖം അങ്ങ് ചുരുങ്ങിപ്പോയി. ആൻഡ് അതിന്റെ എൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കിസ് സീനൊന്നും ഇല്ല. അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞു. മറ്റൊരു കാര്യം, മല്ലിക ഷെറാവത്തിനും താങ്കൾക്കും സെറ്റിൽ വലിയ വഴക്ക് നടക്കുമെന്ന് കേട്ടു. ഇല്ല. താങ്കൾ കിസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞെന്ന് കേട്ടു മൗത്ത് ഫ്രഷ്നർ ഉപയോഗിച്ചിട്ട് വരാൻ. ഇല്ല, അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വെൽ, ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഫൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സെറ്റിൽ വെച്ച് മർഡർ പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഷൂട്ടിംഗ് നല്ല രീതിക്ക് തന്നെ അവസാനിച്ചു. ബാങ്കോക്കിൽ ഞങ്ങൾ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ യൂണിറ്റും ഒരു ഫാമിലിയെ പോലെ ആയിരുന്നു. ആർക്കിടയിലും ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതും മൗത്ത് ഫ്രഷ്നറിന്റെ പേരിലൊന്നും ഒരിക്കലും ഇല്ല. എന്റെ ഇമേജ് തകർക്കുന്ന പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം. ശരി, വിട്ടേക്ക്. അവിടെ എന്താ സംഭവിച്ചതെന്ന് മല്ലിക ഷെറാവത്തിന് മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷേ ന്യൂസ് പേപ്പറിൽ വന്ന ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. സിനിമ അവസാനിച്ചപ്പോ താങ്കൾ ഒരു കാര്യത്തിൽ ശരിക്കും ദേഷ്യപ്പെട്ടെന്ന് കേട്ടു. അതായത് സിനിമയുടെ മൊത്തം സക്സസും മല്ലിക ഷെറാവത്തിന്റെ അടുത്തേക്ക് പോയെന്ന്. അതായത് നോക്കുകയാണെങ്കിൽ ഇത് ഇന്റൻഷനലി എനിക്ക് ഈ പടത്തെപ്പറ്റി അറിയാം. ആൻഡ് ഐ ആം ഇന്റലിജന്റ് ഇനഫ് ടു നോ ദാറ്റ് സിനിമയിലൊരു പ്രൊട്ടാഗോണിസ്റ്റ് ഉണ്ടാവും. അവരുടെ ലൈഫിലൊരു കഥ സംഭവിച്ചു. എൻഡ് ഓഫ് ദ ഡേ അതൊരു പെൺകുട്ടിയുടെ കഥയാണ്. എനിക്കറിയാം ആ സിനിമയിൽ എൻ്റെ റോൾ ഒരു നെഗറ്റീവ്, അതായത് വില്ലൻ റോൾ ആണ് എന്ന്. ആ റോളിൽ എനിക്ക് എത്രമാത്രം മൈലേജ് കിട്ടും, എത്രമാത്രം മൈലേജ് മല്ലികയ്ക്ക് കിട്ടും എന്നൊക്കെ അറിയാം. ഡെഫിനറ്റ്ലി ഐ തിങ്ക് അതൊരു പെൺകുട്ടിയുടെ കഥയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതിന്റെ ക്രെഡിറ്റ് കൂടുതലായിട്ടും അവർക്കാണ് കിട്ടാൻ പോകുന്നത്. ഒരു പരിധിവരെ എനിക്കും അതിന്റെ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. ആ ക്യാരക്ടർ കാരണം എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു അവാർഡ് കിട്ടി, അതുപോലെ മറ്റൊരു അവാർഡിന്റെ നോമിനേഷനിലും ഞാൻ ഉണ്ടായിരുന്നു. സോ മല്ലികയ്ക്ക് മാത്രമാണ് അതിന്റെ ഒരു ലൈം ലൈറ്റ് കിട്ടിയതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആൻഡ് ഐ തിങ്ക് അനുരാഗ് വാസുവും താങ്കൾക്കും മല്ലികയ്ക്കും പ്രശ്നം ഉണ്ടാകാതെ പിന്നെ എന്തുകൊണ്ടാണ് മല്ലിക ആ സിനിമയ്ക്ക് ശേഷം വേറെ ഒരു സിനിമയിലും താങ്കളോടൊപ്പം അഭിനയിച്ചില്ല? അല്ല, ഈ കാര്യം നിങ്ങൾ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്റെ അറിവിൽ അതിനുശേഷം വീണ്ടും ഒന്നിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്കുണ്ടായിട്ടില്ല.
റോൾസിന്റെ കാര്യം എടുത്താൽ ഞങ്ങൾക്ക് ചേരുന്ന രീതിയിലായിരിക്കില്ല. സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേരുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇല്ലാതിരുന്നിരിക്കാം. ഡയറക്ടേഴ്സിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. മറ്റൊരു ഹീറോയിന്റെ പേരുണ്ട് അമിഷ പട്ടേൽ. അവർ താങ്കളോടൊപ്പം അഭിനയിക്കില്ലെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫോട്ടോ അതെ, സെഷനിൽ സത്യമാണ്. താങ്കൾ ഫോട്ടോ അതെ. എടുക്കുന്നത് അവർ കണ്ടു. അതെ വളരെ ബോറിംഗ് ആയിട്ടാണ് താങ്കൾ ഫോട്ടോ എടുത്തതായിട്ട് അവർ പറയുന്നത്. അതെ, അന്നൊക്കെ എനിക്ക് പെട്ടെന്ന് ബോർ അടിക്കുമായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആക്ടിങ്ങിൽ വലിയ അമിഷയെ ഇൻട്രസ്റ്റ് കണ്ടു പറഞ്ഞോ അതോ താങ്കളുടെ ജോലിയിലോ? രണ്ടിലും. അത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ടായിരുന്നു. ഏക് സിന്ദഗി കാ സഫർ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. തനുജ ചന്ദ്ര സംവിധാനം ചെയ്ത സിനിമ. ആ സിനിമ തുടങ്ങുന്ന ഒരു സമയത്താണ് എൻ്റെ ആക്ടിംഗ് ക്ലാസ്സും തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ ഒരു 1.5 മാസമായിട്ട് ആക്ടിംഗ് ക്ലാസ്സിന് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ ഭട്ട് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ സിനിമയിൽ അഭിനയിക്കണോ എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കെങ്ങനെയാണ് വരാൻ പറ്റുക, ഈ ആക്ടിംഗ് കോഴ്സിൽ എനിക്ക് ഇനിയും 3 മാസത്തെ കോഴ്സ് ബാക്കിയുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇതിൽ നീ അഭിനയിച്ചേ തീരൂ, ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം എഴുതിയതാണ്, നീ എന്തായാലും അഭിനയിക്കണോ എന്ന്. സോ ഐ വിൽ ബി ഹോണസ്റ്റ്, അതായത് എൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാത്തൊരു മടി ഉണ്ടായിരുന്നു. മുഴുവനായിട്ടുള്ള ട്രെയിനിങ് എനിക്ക് ആക്ടിങ്ങിൽ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ചിലപ്പോൾ അന്ന് ക്യാമറയുടെ മുന്നിൽ പോയപ്പോൾ എനിക്കൊരു പേടി തോന്നിയിരിക്കാം, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കാം. അതല്ലാതെ ഞാൻ ബോൾഡ് അല്ലാതെയൊന്നുമില്ല, ജസ്റ്റ് അൺകംഫർട്ടബിൾ ആയിരുന്നു അന്ന് ക്യാമറയുടെ മുന്നിൽ. ഇപ്പോൾ ഉള്ള ഒരു വലിയ ഹീറോയിൻ അവരും താങ്കളോടൊപ്പം അഭിനയിക്കാൻ വിസമ്മതിച്ചതായിട്ടാണ് കേട്ടത്, ബിപാഷ ബാസു. അതെ താങ്കൾ സൈസിൽ കുറച്ച് ചെറുതാണെന്നാണ് അവർ അതെ പറഞ്ഞത്. അതെ അതെ സത്യമാണ്. ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഇമ്രാൻ ഹാഷ്മി അവരെക്കാളും കുറച്ച് ചെറുതായിട്ടുള്ള ആളാണെന്ന്. അതുപോലെ ഞങ്ങളുടെ ഒരു പെയറിങ് അത്ര നന്നാവില്ല എന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. ആൻഡ് ഞാൻ ആ പടത്തിന് ചേരില്ല എന്ന് ചിന്തിച്ചു കാണും. പക്ഷേ അത് കാരണം എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല താങ്കളെ ഡയറക്ടർ ആരൊക്കെ റിജക്ട് ചെയ്തെന്ന് ഞാൻ ജനങ്ങളോട് പറയും, പക്ഷെ ഇല്ല താങ്കൾക്ക് ഇല്ല ഇല്ല ബുദ്ധിമുട്ടായില്ലല്ലോ. അത് നിങ്ങൾ പറഞ്ഞോ, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ആർക്കൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ആർക്കൊക്കെ താല്പര്യമില്ല, ഇതൊന്നും ഓർത്ത് ഞാൻ ഇതുവരെ വേവലാതിപ്പെട്ടിട്ടില്ല. എൻ്റെ കാര്യം എടുത്താൽ എനിക്കെന്നും ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതായത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്, അതിൽ ഞാൻ എത്രമാത്രം ജസ്റ്റിഫൈ ചെയ്യണോ ആ റോള് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യണം. അതല്ലാതെ എൻ്റെ കൂടെ ആര് അഭിനയിക്കുന്നു എന്നൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല. ഇക്കാര്യം എത്രത്തോളം സത്യമാണ്? അതായത് താങ്കൾ ഇപ്പോൾ ഹിറ്റായിരിക്കുന്നു, അതുപോലെ താങ്കൾ പോപ്പുലർ ആയിരിക്കുന്നു, പ്രശസ്തിയെല്ലാം കിട്ടിയിരിക്കുന്നു, വലിയ സ്റ്റാർ ആയിരിക്കുന്നു. ഇപ്പോൾ ബിപാഷ, മല്ലിക ഷെറാവത്ത് ഇവർ താങ്കളോടൊപ്പം അഭിനയിക്കാൻ റെഡിയാണ്. താങ്കൾ അഭിനയിക്കാൻ റെഡിയാണോ? അതായത് എനിക്ക് തോന്നുന്നത് ആ ഒരു 2 വർഷ കാലയളവിൽ എൻ്റെ ഒരു ലെവൽ കുറച്ച് കൂടി. അതുകൊണ്ടായിരിക്കും അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഇത് വേറൊന്നും ആവാൻ വഴിയില്ല. ആദ്യം എൻ്റെ ഗ്രേഡ് കുറച്ച് താഴെയായിരുന്നു, ഇപ്പോൾ അത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, ഇപ്പോൾ ഉള്ള ഹീറോയിൻസ് ഒക്കെ താങ്കളെ പേടിപ്പിക്കുകയാണെന്ന്. ശ്രേയയുടെ ഒരു എക്സാമ്പിൾ കണ്ടു, അവർ താങ്കളെ ജോധ്പൂരിൽ വെച്ച് പ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചെന്ന് കേട്ടു. അതെ, രാത്രി മുഴുവനും പേടിച്ചിരിക്കുകയായിരുന്നല്ലേ? ആക്ച്വലി അവരെന്നോട് ഈ കഥ പറഞ്ഞതല്ല, ഞാനാണ് സെറ്റിൽ ഈ ഒരു കഥ പറഞ്ഞത്. അതായത് ജോധ്പൂരിൽ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ കുറച്ച് ഭീകരമായിരുന്നു. ഞാൻ പോയ ആദ്യ ദിവസം തന്നെ ഈ വേർഡ് ഞാൻ അവിടെ സ്പ്രെഡ് ചെയ്തു. ഞാൻ പറഞ്ഞത് കേട്ട അവസാനം എനിക്ക് തന്നെ പേടി തോന്നി റൂമിൽ വെച്ച്. ഞാനൊരിക്കലും ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് ഉറങ്ങാറില്ല. നോക്കുകയാണെങ്കിൽ ആവാരപ്പനിന്റെ ഷെഡ്യൂൾ വരെ അതൊരു 15 ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. എല്ലാ രാത്രികളിലും ഞാൻ ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ടായിരുന്നു ഉറങ്ങാറ്. കാരണം മറ്റൊരാളോട് ഞാൻ പ്രേതത്തിന്റെ കഥ പറയുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ തന്നെ പേടിക്കാൻ തുടങ്ങി. സോ ഇതിനു മുൻപ് താങ്കളുടെ ഒരു ഹിറ്റ് പാട്ടുണ്ടായിരുന്നു, ജലക് ദിഗ്ലാജ. ആ പാട്ടിനെ കുറിച്ച് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ കംപ്ലൈന്റ് വന്നിരുന്നു. അതായത് ആ പാട്ട് അവിടെ ഇടുകയാണെങ്കിൽ പ്രേതം വരുമെന്ന്. അതിനെപ്പറ്റി ഞാനും കേട്ടിരുന്നു. നല്ല കാര്യമല്ലേ? അതെ, നല്ലതാണ്. പിന്നെ അതില് നല്ല കാര്യമൊന്നും താങ്കൾ പറയുന്നു, പക്ഷെ പ്രേതം എന്നുള്ള വാക്ക് തന്നെ താങ്കളെ പേടിപ്പെടുത്തുന്നതല്ലേ? അല്ല, ഞാനൊരല്പം സൂപ്പർസ്റ്റിഷ്യസ് ആണ്. എന്നാലും ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ അധികം അങ്ങനെ പേടിക്കാറൊന്നുമില്ല. മറ്റൊരു കാര്യം കൂടെ കേട്ടിരുന്നു, ബാങ്കോക്കിൽ വെച്ച് ട്രെയിനിൽ വെച്ച് താങ്കൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഡ്രസ്സ് അഴിക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ പേടിച്ചെന്ന്. ആക്ച്വലി ഞാനല്ല പേടിച്ചത്, അവിടെ ഉണ്ടായിരുന്നവരാ പേടിച്ചത്. അതായത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ട്രെയിനിൽ അന്ന് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരൊറ്റ ബോഗിയിൽ ടൈം അലോട്ടഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് സീൻസ് അതിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു. സോ ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ട്രെയിന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ പേര് കയറും, കുറേ പേര് ഇറങ്ങും. സോ അവരൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇങ്ങനെ സീന് മുഴുവനും ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഡ്രസ്സ് മാറ്റുകയാണല്ലോ എന്ന്. ആ ട്രെയിനകത്ത് ടോയ്ലറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അതൊരു ലോക്കൽ ട്രെയിൻ ആയിരുന്നു. സോ ഐ തിങ്ക് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അന്ന് പേടിച്ചു. ഐ തിങ്ക് 2 തവണ ഡ്രസ്സ് മാറ്റിയതിന് ശേഷം ഒരു 5-6 സീനുകളന്ന് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് മുഴുവൻ ബോഗിയും കാലിയായി. അതിനുശേഷം ആരും ആ ബോഗിയിലോട്ട് കയറിയില്ല. അതിനുശേഷം ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. അതെ, ആക്ച്വലി ട്രെയിനകത്ത് ശരിക്കും അലോഡ് അല്ല, പക്ഷേ ഞങ്ങളന്ന് അവിടെ വെച്ച് ഷൂട്ടിംഗ് ചെയ്തു. ഞങ്ങൾക്കന്ന് ഒരുപാട് സീൻസ് എടുക്കാനുണ്ടായിരുന്നു, അതും ഒരു ട്രെയിൻ ബോഗിയുടെ അകത്ത് വെച്ച്. അതും ഞങ്ങൾക്ക് ഒറ്റ ദിവസത്തെ സമയം മാത്രമേ താങ്കൾ ഉണ്ടായിരുന്നു. പല സീനിലും ഡ്രസ് ഇല്ലാതല്ലേ അഭിനയിക്കുന്നത്? അല്ല, ആ സീനിൽ ഞാൻ ഡ്രസ്സ് ഇട്ടിരുന്നു അന്ന് ട്രെയിനിൽ വെച്ച്.
ഇമ്രാൻ, നമ്മൾ ആവാരപ്പൻ സിനിമയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു. ഇതിന്റെ കഥ നോക്കുകയാണെങ്കിൽ ആ ബാങ്കോക്ക് ഇൻസിഡൻസ് ആ പടത്തിലാണ് ഉള്ളത്. അതായത് എന്താണെന്ന് വെച്ചാൽ ആ പടം വളരെ സൂപ്പർ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പടത്തിന് നല്ല റെസ്പോൺസും കിട്ടി. അതെ അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പഴയ ഇമേജ് അത് തകർക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പടത്തിലൂടെ ശ്രമിച്ചത്. സോ അതിൽ ഞാൻ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം. എൻ്റെ ടീമും പൂർണ്ണമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു. താങ്കളുടെ ഇമേജ് തകർക്കുമ്പോൾ പല കാര്യങ്ങളും തകർന്നു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും എന്റെ അടുത്തുണ്ട്. ആണോ? ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇമ്രാൻ ഹാഷ്മിയോട് നമുക്ക് പല ചോദ്യങ്ങളും ചോദിക്കാം. അദ്ദേഹം ഒരു പുതിയ ഇമേജ് സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെ തകർന്നു പോയെന്ന് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് ഫിലിം സ്റ്റാർ ഇമ്രാൻ ഹാഷ്മിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഇമ്രാൻ ഹാഷ്മിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ഇമേജ് മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇമ്രാൻ, ഇക്കാര്യം സത്യമാണ്. ആവാരപ്പൻ സിനിമ മുഖേന താങ്കൾ താങ്കളുടെ ഇമേജ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു സിനിമയിൽ താങ്കൾ കിസ് ചെയ്തിട്ടേ ഇല്ല. ഈ ഒരു സിനിമയിലാണ് താങ്കൾ ആരുടെ പിന്നാലെയും ചുറ്റാതെ ഇരുന്നത്. മറ്റൊരു തന്റെ ഭാര്യയുടെ പിന്നാലെ പോകാതെ. അതെ, എനിക്ക് ആ ഒരു കാര്യം വളരെ റിഫ്രഷിംഗ് ആയിട്ടും അതുപോലെ പുതുമയുള്ളതായിട്ടും തോന്നി. മറ്റൊരാളുടെ ഭാര്യയെയും ഞാൻ സ്വന്തമാക്കാൻ നോക്കിയില്ല. അതുപോലെ ഒരു പെൺകുട്ടിയെയും ഞാൻ അതിൽ ചേസ് ചെയ്തില്ല. പ്രശ്നക്കാരനായ കോളേജ് സ്റ്റുഡന്റിന്റെ റോളും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായി മാറുമെന്ന് ഞാൻ കരുതി. അതിന് മുന്നേയായി ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഇമേജിനെ ഞാൻ ശരിക്കും തകർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് എ ഹൈ ടൈം. എനിക്കും തോന്നാൻ തുടങ്ങി ആസ് എൻ ആർട്ടിസ്റ്റ്. എൻ്റെ സിനിമകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇമ്രാൻ ഹാഷ്മി വീണ്ടും വീണ്ടും ഒരേ കാര്യമാണ് ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്ക് തോന്നിയത് നോക്കുകയാണെങ്കിൽ ബട്ട് സാർ താങ്കളെ ഒരു ബി ഗ്രേഡ് സിനിമകളുടെ ആർട്ടിസ്റ്റ്. അതെ, പക്ഷെ താങ്കൾ ആ ഇമേജ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലേ? അത് തെറ്റല്ലേ? ഡെഫിനറ്റ്ലി. അദ്ദേഹം പറയുന്നത് താങ്കൾ ഒരു സ്ട്രീറ്റ് ഹീറോ ആണ്, ഡ്രോയിങ് റൂം ഹീറോ അല്ലെന്ന്. ഐ തിങ്ക് ഈ ഒരു കാര്യം ഞാനും സമ്മതിക്കാം. ഈ മാസസ് ഉണ്ടല്ലോ, അത്തരത്തിലൊരു ഹീറോ ആവുക എന്നുള്ളത് എൻ്റെ ഒരു ഗോളായിരുന്നു. അത് ഞാൻ അച്ചീവ് ചെയ്തു. അതുപോലെയുള്ള ഒരുപാട് റോളുകളിൽ ഞാൻ അഭിനയിച്ചു. ഈ ഒരു കാര്യം എനിക്ക് എപ്പോഴാണ് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊമോഷനുകളിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പ്രൊമോഷനിൽ നോക്കുകയാണെങ്കിൽ മുംബൈയിലെ ഒരു മൾട്ടിപ്ലക്സിൽ ഞാൻ പോയിട്ട് പ്രൊമോഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഹൗസ്ഫുൾ ആവും, പക്ഷേ ഓഡിയൻസിന് വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഡൽഹിയിലോ അല്ലെങ്കിൽ അമരാവതിയിലോ ഉള്ള ഏതെങ്കിലും ചെറിയ ഗ്രാമങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എനിക്ക് ജനങ്ങളുടെ സ്നേഹം കിട്ടുമായിരുന്നു. ഐ തിങ്ക് അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഇമേജ് ഒരു മാസ് ഹീറോ ഇമേജായിട്ട് മാറ്റണമെന്ന് കരുതിയത്. അത് സക്സസ് ആയി. ആ ഹീറോയിൻസ് എന്ത് ചെയ്യാനാ? താങ്കൾ കിസ് ചെയ്യുന്ന അവർ കാത്തിരിക്കും. എപ്പോഴാണ് വിജയിക്കുന്നത്? അല്ല, അതായത് ഞാൻ രണ്ട് കാര്യങ്ങളെ ഒരു രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഗ്യാങ്സ്റ്റർ പടത്തിന് ശേഷം ഒരുപാട് പേര് അറിയുകയുണ്ടായി. അതായത് ഈ മൂവി സിംഗിൾ സ്ക്രീനിലും ഓടിയിട്ടുണ്ട്, അതുപോലെ മൾട്ടിപ്ലക്സിലും ഓടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇമ്രാൻ ഹാഷ്മി മൾട്ടിപ്ലക്സിലെ ഓഡിയൻസിന്റെ ഇടയിലോട്ടും പെനിട്രേറ്റ് ആയി കഴിഞ്ഞു. അതിനു മുന്നേ ഞാൻ വെറൊരു മാസ് ഹീറോ ആയിരുന്നു. പക്ഷേ താങ്കളുടെ ഇമേജ് മാറ്റാൻ ശ്രമിച്ച് മഹേഷ് ഭട്ട് സാറിന്റെ പണം ധാരാളം ചെലവഴിച്ചോ? എപ്പോഴും അദ്ദേഹം 4-5 കോടിയിലാണ് സിനിമ എടുക്കുന്നത്. ഈ പ്രാവശ്യം 18 കോടിയിലാണ് താങ്കൾ എടുപ്പിച്ചത്. ഇതൊരു പടത്തിന്റെ ഡിമാൻഡാണ്, ഒരു പടത്തിന്റെ ക്യാൻവാസ് ആണ്. അതായത് ഒരു മൾട്ടിപ്ലക്സ് ഹീറോ എന്നതിനേക്കാൾ ഉപരി ഇതിലൂടെ ഓവർസീസിലുള്ള ഓഡിയൻസിനെയും ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ശ്രമം ശരിക്കും നടന്നു. ഇന്ത്യയിൽ മാത്രമായിട്ടല്ലാതെ US, UK, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലും ഈ സിനിമയെ വേറെ ഒരുപാട് രാജ്യങ്ങളിൽ ആ സിനിമ റിലീസ് ചെയ്തു. അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ ആയിരുന്നു. കാരണം അത് ഒരു ക്യാൻവാസ് സിനിമയാവണം, ഒരു വലിയ സിനിമയാവണമെന്ന് ഞങ്ങൾ കരുതി. ഐ തിങ്ക് ഭട്ട് സാർ അതുപോലെ തന്നെ മുകേഷ് സാർ ഒരു സിനിമയിൽ സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലായ പിന്നെ ഒരിക്കലും അതിനുവേണ്ടി അവർ ചെലവ് ചെയ്യില്ല. പിന്നെ ഈ പടത്തിന്റെ കാര്യത്തിൽ സ്ക്രിപ്റ്റ് വൈസ് അത് വളരെ മികച്ച ഒന്ന് തന്നെയായിരുന്നു. നല്ല സ്കോപ്പുള്ള ഒന്നായിരുന്നു. പറഞ്ഞു വരുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ല സ്കോപ്പുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ ആയിരുന്നു അത്. 16 സിനിമകളിൽ താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിച്ചു. എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചോ അതെല്ലാം ചെയ്തു. ഇപ്പൊ ഒരു സിനിമയിൽ ഇമേജ് അങ്ങ് മാറുമെന്നാണോ താങ്കൾ കരുതുന്നത്? ഒരു പഴഞ്ചൊല്ലില്ലേ, 90 എലിയെ കഴിച്ചിട്ട് അവസാനം പൂച്ച സന്യാസിയായിരുന്നു. ഇതുവരെ ശ്രമിച്ചിടത്തോളം ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഈ പടത്തിന്റെ കാര്യത്തിൽ ഈ പടം റിലീസായ സമയത്ത് ഓഡിയൻസിന്റെ റെസ്പോൺസ് നന്നായിരുന്നു. അത് വളരെയധികം പോസിറ്റീവായിരുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് മേലെയായിരുന്നു. സോ ഐ തിങ്ക് ഇമേജ് ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു പടം തന്നെ ധാരാളമായിരുന്നു. ഞാനിപ്പോൾ വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നതല്ല. കാരണം ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു ഇമ്രാൻ ഹാഷ്മിക്ക് ആക്ഷനൊന്നും ഒരിക്കലും വഴങ്ങില്ല, അതുകൊണ്ടൊരു ആക്ഷൻ ഇമേജ് അദ്ദേഹം പുതുതായി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഇമേജിന് വേണ്ടിയല്ല, ഇനി അങ്ങോട്ട് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഞങ്ങൾ പരിശ്രമിച്ചിടത്തോളം ഈ കാര്യത്തിൽ സക്സസ്ഫുൾ ആണെന്ന് തന്നെ പറയാം.
താങ്കൾ വലിയ സിനിമകളിൽ അഭിനയിച്ചു, വലിയ ബഡ്ജറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോൾ താങ്കൾക്ക് നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്നും അറിഞ്ഞു. സ്റ്റാർ ആയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ അറിഞ്ഞു, താങ്കൾ വളരെ പിശുക്കനാണ് എന്നുള്ളത്. ആർക്കെങ്കിലും ഒരു കോഫി വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പോലും മറ്റൊരാളോട് പറഞ്ഞു പോയി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് കേട്ടു. അത് ഞാൻ ഭാഗികമായി സമ്മതിക്കാം, ഞാൻ അത്ര വലിയ പിശുക്കനൊന്നും അല്ല. ഒരിക്കൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അത് ബഡ് സാറ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ഓഫീസിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പടം ഹിറ്റാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ബഡ് സാറ് പറയും പോയിട്ട് കോഫി വാങ്ങിച്ചു വരാൻ. പക്ഷേ കൃത്യം ആ സമയത്ത് എൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാവില്ല. അതായത് എനിക്ക് കോഫി വാങ്ങണ്ടെന്നുള്ള ഉദ്ദേശമല്ല, ജെനുവിനായിട്ടും എൻ്റെ പോക്കറ്റിലപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. കാരണം ഞാനപ്പോൾ എവിടെയോ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ വഴി വരുന്നതായിരിക്കും. ഐ ഡോണ്ട് ക്യാരി മണി വിത്ത് മീ. അപ്പൊ ആ പണം ആർക്കാണ് ചെലവഴിക്കുന്നതെന്നെങ്കിലും പറയൂ. അതായത് നോക്കുകയാണെങ്കിൽ പണത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വ്യത്യസ്തനാണ്. അതായത് ഞാൻ അധികം കൊണ്ട് നടക്കാറില്ല. എന്റെ കയ്യിൽ അധികവും ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഉണ്ടാവുക, അതാണ് ഞാൻ ഉപയോഗിക്കാറ്. കോഫി ആണെങ്കിൽ അതുകൊണ്ട് വാങ്ങാനും പറ്റില്ല. സോ അതുകൊണ്ടായിരിക്കും. എനിക്ക് ബട്ട് സാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഒരു സിനിമ റിലീസ് ആയതിനു ശേഷം വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം താങ്കളോട് ആർക്കോ 25,000 ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞു. താങ്കൾ അപ്പൊ തന്നെ മുഖം വീർപ്പിച്ച് വെച്ചെന്ന് കേട്ടു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആക്ച്വലി പടം ഏതെങ്കിലുമൊക്കെ ഹിറ്റ് ആവുകയാണെങ്കിൽ ബട്ട് സാറ് എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. അത് അദ്ദേഹത്തിനൊരു ഗുരുദക്ഷിണ പോലെയൊക്കെയാണ്. ഞാനാണെങ്കിൽ ആ ഗുരുദക്ഷിണ അപ്പോൾ കൊടുത്തേ മതിയാവും. സോ ആ പേരിൽ ബട്ട് സാർ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് തവണ പണം വാങ്ങിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് താങ്കളുടെ അടുത്ത് പണം വാങ്ങിച്ച് ചാരിറ്റിക്കാണ് കൊടുക്കുന്നത്, അല്ലാതെ പേഴ്സണൽ യൂസിന് വേണ്ടി അല്ലെന്ന്. അദ്ദേഹം അല്ലേ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അദ്ദേഹം ആ പൈസ വേറെ എവിടെയെങ്കിലും ചെലവ് ചെയ്യുന്നുണ്ടോ എന്ന് ആർക്കറിയാം? ശരി, ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾ നിങ്ങൾ പടങ്ങളിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് യുവതലമുറയ്ക്ക് എന്തെങ്കിലും ബാധിപ്പുണ്ടാവുമെന്ന് തോന്നുന്നു? ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയിരുന്നു. അതായത് ഒരു 6 മാസം മുന്നേ ഞാൻ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു, ഞാൻ ജോധ്പൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എൽഡർലി കപ്പിൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പടം ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകളിൽ പലതും അവരെ കാണിക്കാൻ പറ്റാത്തതാണെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റേതായ ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും അവർക്ക് പറ്റിയതല്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഇതിന് ശേഷം ഈ പടത്തിൻ്റെ റിലീസിന് ശേഷം എൻ്റെ പഴയ ആ ഒരു ഇമേജ് മുഴുവനായിട്ടും മാറി എന്ന് തന്നെ പറയാം. ആ പഴയ സീരിയൽ കിസറിൻ്റെ കിസ്സിംഗ് സീനുകളൊന്നും നിങ്ങളുടെ മക്കൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അവർക്ക് കാണാം. കാരണം ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പടം. കൂടുതലും ചെറുപ്പക്കാരാണ് ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നോട്ട് ഇൻ ദ തിയേറ്റർ. ചിലപ്പോൾ VCDയിലായിരിക്കും, പക്ഷേ തിയേറ്ററിലല്ല. കാരണം തിയേറ്ററിക്കൽ റിലീസിൽ ആസ് മൈ ഡ്യൂട്ടി ടു ദി ഓഡിയൻസ്, ഐ തിങ്ക് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി ഇതാണ് എൻ്റെ ആദ്യത്തെ സർട്ടിഫിക്കറ്റഡ് ആയിട്ടുള്ള സിനിമ. സോ ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. ഇതിന് മുന്നേ ഉള്ളതെല്ലാം സർട്ടിഫിക്കറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് താങ്കൾ ഒരു സത്യം ചെയ്തു കൊടുക്കൂ, അതായത് ചെറുപ്പക്കാർ ഇനി താങ്കളുടെ സിനിമ കണ്ട് മോശമാകാത്ത രീതിയിൽ താങ്കൾ അഭിനയിക്കും. ഡെഫിനറ്റ്ലി. ഇനി അങ്ങോട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമകൾ എല്ലാം തന്നെ നല്ല യൂണിവേഴ്സൽ സിനിമകൾ ആയിരിക്കും. മുന്നോട്ടുള്ള കാലങ്ങളിൽ അത് റെസ്പെക്റ്റഡ് ഫിലിംസ് ആയിട്ടും നിൽക്കും. ആ പെൺകുട്ടി തേർഡ് റോയിൽ. ഇമ്രാൻ, നിങ്ങൾ ഡാൻസ് ചെയ്യാൻ എപ്പോൾ പഠിക്കും? നിങ്ങൾ ഏത് സിനിമയിൽ അഭിനയിച്ചാലും അതിൽ ഒരേ ഒരു റിയാക്ഷനേ ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ കൈ പോക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കും. അതെ സർ. അതായത് എന്നെ ഷാമക്ദാവർ വേണ്ടാന്ന് പറഞ്ഞു, കാരണം എനിക്ക് ഡാൻസ് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ 4 സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ എന്നെക്കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റേജ് ഷോകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന സിനിമകളിൽ അതിനകത്തൊക്കെ നല്ല നല്ല പാട്ടുകൾ വരും, അതിനൊക്കെ ഞാൻ ഡാൻസ് കളിക്കും. പിന്നെ ട്രെയിൻ പടത്തിനകത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഡാൻസ് മൂവ്മെന്റ്സ് കുറച്ച് അധികമായിട്ട് ഡാൻസ് ഏത് ഹീറോയിൻ്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആരുടെ അടുത്തൊന്നും പഠിക്കുന്നതല്ല. ആക്ച്വലി എനിക്കൊരു കോറിയോഗ്രാഫർ ഉണ്ട്, അവരുടെ അടുത്തുനിന്നാണ്. അവർ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്നെക്കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റും, ഞാൻ എന്തായാലും ഡാൻസ് കളിക്കണമെന്ന് അവർ പറഞ്ഞു. എൻ്റെ ലിമിറ്റേഷൻസ് അവർ മൈൻഡിൽ വെച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള മൂവ്സാണ് എനിക്ക് പറഞ്ഞു തന്നത് സ്ക്രീനിൽ. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ താങ്കളുടെ ഡാൻസും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും? മോസ്റ്റ് പ്രോബബ്ലി യെസ്. അതായത് സാറേ, നിങ്ങൾ ഇതുവരെ അഭിനയിച്ച മൂവീസ് ആണെങ്കിൽ ലൈക്ക് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണുമായി നിങ്ങൾക്ക് അഫയർ ഉണ്ടാകും, മറ്റൊരാളുടെ ഭാര്യയുമായി. ഇൻ ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു പടത്തിൽ നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുമായി അഫെയറിലാകുകയാണെങ്കിൽ നിങ്ങൾ ആ പടം അഭിനയിക്കുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ ഞാൻ ഇതുവരെ ആലോചിച്ച് നോക്കിയിട്ടില്ല. ഡു ദാറ്റ് റോൾ. ഐ വിൽ. ഇതിനെപ്പറ്റി ഞാൻ ഇതുവരെ ആലോചിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി
ഞാൻ എൻ്റെ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പറയാം നിങ്ങൾ ഇതുപോലെ ഒരു പടം എഴുതി ഡയറക്റ്റ് ചെയ്യണമെന്ന്. ആശംസകൾ സർ. ഇമ്രാൻ, താങ്കൾ ഇങ്ങനെയുള്ള റോളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ ഭാര്യ എടുത്തുനിന്ന് വഴക്കൊക്കെ കേൾക്കാറുണ്ടോ? ഒരുപാട് കേൾക്കും, ഒരുപാട് വഴക്ക് കേൾക്കും. ഇപ്പോൾ താങ്കൾ നന്നായി വരുന്നതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും? അതും ഒരുപാടുണ്ട്. പക്ഷേ അവരൊരിക്കലും എൻ്റെ വർക്ക് സ്പേസിൽ തലയിടാറില്ല. അവർക്കറിയാം അത് എൻ്റെ വർക്കാണ്. ആൻഡ് ഞാൻ അഭിനയിക്കുന്ന റോൾസൊക്കെ തന്നെ അതിലൂടെ ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, അതായത് ഈ ഒരു ഇമേജ് തകർക്കണം, എൻ്റെ കരിയർ നന്നാവണമെന്ന്. അവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇമ്രാൻ, ഞങ്ങൾ താങ്കളുടെ അടുത്ത് പല രീതിയിലുള്ള കുറ്റങ്ങളും ആരോപിച്ചു. താങ്കൾ പലതും അംഗീകരിക്കുകയും ചെയ്തു. ഇത് നല്ല കാര്യമാണ്. അതായത് താങ്കൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തത്. നന്നാവാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാറാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ DPS പ്രിൻസിപ്പളായ ഡോക്ടർ വീണകുമാറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഫിലിം സ്റ്റാർ ഇമ്രാൻ ഹാഷ്മിയോടാണ്. നമ്മൾ ഇമ്രാൻ ഹാഷ്മിയോട് അദ്ദേഹത്തിന്റെ സീരിയൽ കിസ്സിങ്ങിന്റെ ഇമേജിനെ കുറിച്ച് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് നമ്മൾ ഹീറോയിന്റെ കൂടെയുള്ള കുസൃതികളെ കുറിച്ചും ചോദിച്ചു. പിന്നെ ഇമ്രാൻ ഹാഷ്മിയോട് അദ്ദേഹത്തിന്റെ മടിയെക്കുറിച്ചും ചുറ്റിക്കറക്കത്തെക്കുറിച്ചും ചോദിച്ചു. തന്നെ മാറ്റിയെടുക്കാമെന്ന് അദ്ദേഹം ജനങ്ങളോട് സത്യം ചെയ്തിരിക്കുകയാണ്. ഇനി ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിമെന്റ് നമ്മുടെ ജഡ്ജി ഇപ്പോൾ പറയാൻ പോവുകയാണ്. ഇമ്രാൻ, ഈ കോടതി നിങ്ങളുടെ വിധി പറയുന്നതിന് മുൻപ് ഈ കോടതി ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദിക്കൂ. നിങ്ങൾ ഒരു വലിയ എക്സ്പീരിയൻസ്ഡ് കിസ്സറാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഏത് നടിയുമായി അഭിനയിച്ചതാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്? കിസ് ചെയ്തതോ അല്ല വർക്ക് പിന്നെ ചെയ്തതോ? നമ്മുടെ വക്കീൽ എന്താ പറയുന്നതെന്ന് വെച്ചാ, അല്ല, ആക്ച്വലി അദ്ദേഹം എന്താണ് അദ്ദേഹത്തോട് ചോദിക്കാൻ detail ആയിട്ട് ആഗ്രഹിക്കുന്നത് മറുപടി വെച്ചാൽ പറയാലോ, താങ്കൾ അല്ലേ? കിസ് ചെയ്തതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഈ ഒരു ചോദ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ ടിപ്പിക്കലായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് വേണം മറുപടി പറയാൻ. കാരണം ഹീറോയിൻസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണ്. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റേയാൾ അതിന്റെ പേരിൽ ദേഷ്യപ്പെടും. അതുകൊണ്ട് എല്ലാവരുടെ കൂടെയും ഈ കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതായത് ഇമ്രാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വളരെ പ്രശസ്തനായിരിക്കുന്നു. പ്രധാനമായും ഇന്നത്തെ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റും, യുവതലമുറയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമായി എന്തൊക്കെ സംഭവിക്കുന്നുവോ അത് മനോഹരമായി തിരശ്ശീലയിൽ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ ഏത് കഥാപാത്രം ചെയ്താലും ആ കഥാപാത്രം ഉൾക്കൊണ്ട് നിങ്ങൾ അതിന് ജീവൻ നൽകിയിരിക്കുന്നു. കിസ്സിംഗ് സീൻസ്, കിസ്സിംഗ് ഷോട്ട്സ്, ഇതിലെപ്പോഴും നിങ്ങൾ ചർച്ചയിൽപ്പെടുന്നു. അതുകൊണ്ട് ഈ കോടതി നിങ്ങൾക്കൊരു ഉപദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾ കാലം, ആവശ്യം, സന്ദർഭങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള രംഗങ്ങൾ തിരശ്ശീലയിൽ കാണിക്കണം. യുവതലമുറയുടെ വികാരങ്ങളെ കത്തിക്കുന്ന രംഗങ്ങളില്ലാതെ വികാരങ്ങളെ പുറത്തു കാണിക്കാൻ പഠിക്കണം. മാത്രമല്ല, ഇതിൽ സന്തോഷം നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ സിമ്പിളായി ഉത്തരങ്ങൾ നൽകി. ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ മോചിതനാക്കുന്നു. ഇമ്രാൻ ഹാഷ്മിയെ ആപ്കി അദാലത്തിൽ ജഡ്ജി വെറുതെ വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇമ്രാൻ ഹാഷ്മി പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട്, അദ്ദേഹത്തിന്റെ സത്യം അദ്ദേഹം സംരക്ഷിക്കുമോ, അതിന്റെ യഥാർത്ഥ ജഡ്ജ്മെന്റ് ജനങ്ങളായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ കാണുന്നതാണ് പുതിയൊരു അതിഥിയോടൊപ്പം പുതിയ വിചാരണയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.